ഹലോ, എല്ലാവർക്കും മഞ്ജുസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുളിശ്ശേരി വേറെ രീതിയിൽ വെക്കാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാനും വേണ്ട. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളിയും ഒരു 2 ക്യൂബായിട്ട് ഉള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? പച്ചമോരാണ്. നല്ല കട്ടി തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പച്ചമോരും റെഡിയാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് വേറൊരു ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ കടായിയാണ്. അപ്പോൾ അതിൽ എണ്ണ ചൂടായി കഴിയുമ്പം സാധാരണ പോലെ നമുക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്തത്. അതൊന്ന് ഒരു മൂക്കാറായി കഴിയുമ്പോൾ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് കൊച്ചുള്ളിയും കൂടെ ചേർക്കാം. കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ വഴണ്ട് കിട്ടണേ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു പച്ചമുളക് ചെറുത് നീളത്തിലരിഞ്ഞ് അതും വേണേ. ഈ ഞാൻ ഉള്ളി അരിഞ്ഞില്ലേ അതേ ഷേപ്പിൽ. പിന്നെ ആവശ്യത്തിന് ഏറെ കരിവേപ്പിലയും വേണം. ഇപ്പം നമുക്ക് വാടിക്കിട്ടിട്ടുണ്ട്. നമുക്ക് പൊടികളിടാം. ഞാനാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് അതും ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ. ഇത്രയും ഉലുവ പൊടിച്ചതാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ അത്രയും ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇതെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഈ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടണം. അപ്പോൾ മുളക് പൊടി ഇട്ട് അതും ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ആ എണ്ണയ്ക്കകത്താണ് ഇതെല്ലാം മൂത്ത് എടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. മുളക് പൊടിയും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ചേർക്കുന്ന മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പച്ചമോര് അടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ അങ്ങ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞ പോലാകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം. അപ്പം വളരെ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രമുണ്ട്, ഒരു അച്ചാർ കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ചോറുണ്ണാം. വേറെ കൂട്ടാനൊന്നും വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ദിസ് ഈസ് ബൈ ഫ്രം മഞ്ജുസ് ഡയറി ബുക്ക്. ടേക്ക് കെയർ.